നമസ്കാരം, എൻ്റെ പേര് ജിഷ്ണു. 2021 ഹരീഷ് എന്ന അദ്ദേഹത്തിനായിട്ട് ഞാൻ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഒരു ഫാമിലി സ്റ്റോറി ആയിട്ട് ഒരു നിമിഷം എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ഞങ്ങൾ ചെയ്തു. ഹരീഷ് റൈറ്റ് ചെയ്ത ആദ്യം എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഈ കൂവൻമല എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ്. ഒരു 14 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നായാലും തമിഴ്നാട് സ്റ്റേറ്റിലായിട്ടും ഷൂട്ട് ഉണ്ടായിരുന്നു. ഈ സ്റ്റോറി വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഹരീഷും പുള്ളിക്കാരനായിട്ട് ഒന്ന് ഊട്ടിയിൽ പോയായിരുന്നു. ഒരു ദിവസം ഒരു 1 ഡേ ട്രിപ്പ് പോലെ പോയി. അപ്പോൾ ഞാനിങ്ങനെ ട്രാവൽ ചെയ്തുന്ന ഇടയിലാണ് ഈ സ്റ്റോറി വന്നത്. ഊട്ടിയിൽ നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു റിയൽ ആയിട്ടൊരു ചെറിയ സംഭവം നടന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ത്രെഡ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളത് കുറച്ച് ഭാഗം നമ്മൾ കേരളത്തിലും കുറച്ച് ഭാഗം ഊട്ടിയിലുമായിട്ട് ഷൂട്ട് ചെയ്തത്. 5 പേരുടെ സ്റ്റോറിയാണത്. 5 പേരും അത്യാവശ്യം നല്ല ലീഡ് ചെയ്തിട്ടുണ്ട്. ഇതിലായിട്ട് മുഖ്യ കഥാപാത്രമായിട്ട് ആരുമില്ല, എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. പിന്നെ ടെക്നിക്കലിന്റെ ഭാഗമൊക്കെ പറയുകയാണെങ്കിൽ ഒരുപിടി നല്ല സിനിമയിലൊക്കെ ടെക്നിക്കലിന്റെ ഭാഗമായിട്ട് നിന്നവരാണ്. നമുക്കിപ്പോൾ എഡിറ്റിങ്ങിലായിക്കോട്ടെ, മ്യൂസിക്കും പോസ്റ്റേഴ്സിൻ്റെ ഒക്കെയാണ് നല്ലൊരു ടീമിനാണ് നമുക്ക് കിട്ടിയത്. പിന്നെ അതിലുപരി നമുക്ക് വെർച്വൽ സിനിമാസാണ് നമുക്ക് ഇത് പ്രൊഡക്ഷനും, അതേപോലെ അവരുടെ ചാനലിലാണ് ഇതെല്ലാം വരാൻ പോകുന്നത്. ടേക്കിന്റെ കാര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഞങ്ങളെ കൊണ്ട് പലവട്ടം ചെയ്യിപ്പിച്ചു. എന്നെ കൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ചില ഭാഗങ്ങൾ പിന്നെ ഓക്കെ വല്ലാത്തതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഈ വർക്കിലെല്ലാവരും ലീഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. പിന്നെ എന്ന് വെച്ചാൽ ഭക്ഷണം പോലും കഴിക്കാതെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു ദിവസം തീർത്തിട്ടുണ്ട്, ലാസ്റ്റ് ക്ലൈമാക്സിനൊക്കെ. പിന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. വർക്ക് ഇറങ്ങുന്ന വരെ ഇപ്പോൾ എഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഞാൻ ലീവിന് വരുമ്പോൾ ഇവിടെ സ്റ്റുഡിയോയിൽ വരാറുണ്ട്. നമ്മളെ ഐബെക്സ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഇത് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ. നമ്മളെ ഷാവുലാണ് ഇത് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പുള്ളി നമ്മളെ RD എന്ന ഷോർട്ട് ഫിലിമില്ല, അതിൽ പുള്ളിയാണ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ക്യാമറയും പുള്ളിയാണ് ചെയ്തത്. പിന്നെ നമ്മളെ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ മിഥുൻ മേക്ക് എന്നാണ്. നല്ല കോപ്പറേറ്റ് ഉണ്ടായിരുന്നു അവർക്ക്. പിന്നെ സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഊട്ടിയിൽ ചിക്കിങ് റെസ്റ്റോറൻറ്റിലെ ദാസേട്ടൻ, അതായത് എൻ്റെയും ഹരീഷിൻ്റെ ഒക്കെ നാട്ടുകാരനാണ്. പുള്ളിയുടെ ഭാഗം നല്ലൊരു ഹെൽപ്പ് നമുക്ക് ഉണ്ടായിരുന്നു. അതായത് അന്ന് ഞങ്ങൾ ഊട്ടി പോയെന്ന് സ്റ്റേയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പുള്ളിയാണ് നമുക്ക് സ്റ്റേ ഒക്കെ റെഡിയാക്കി തന്നത്. അതിന് പുള്ളിയോട് നല്ലൊരു നന്ദി പറയുന്നുണ്ട്. പിന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പറയും സിനിമയാണിത്, ഷോർട്ട് ഫിലിം അല്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ട്രെയിലർ വരുന്നുണ്ട്, ആക്ടേഴ്സിന്റെ പോസ്റ്റർ വരുന്നുണ്ട്. എല്ലാ അപ്ഡേറ്റിനും കൂടെ നിൽക്കുക. പ്രതീക്ഷയാണ് എല്ലാവരും കൂടെ ഉണ്ടാവുക. താങ്ക് യു.